പറയാം സാറല്ല. ഇതൊക്കെ അവൾ അറിയാത്ത കാര്യങ്ങളാ. എല്ലാം അയാൾ ഒരുത്തൻ ചെയ്തു കൂട്ടിയതാ. സാറിനറിയോ, അയാൾക്ക് അവളോടുള്ള സ്നേഹം അവള് പോലും മനസ്സിലാക്കുന്നതിന് മുൻപ് ആദ്യം തിരിച്ചറിഞ്ഞത് ഈ ഞാനാ. അവളുടെ പപ്പയുമായി ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന ടൈമില് അയാൾ അവള് പോലും അറിയാതെ അവളെ ഇഷ്ടപ്പെടുകയായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് അയാളുടെ പെരുമാറ്റത്തില് വലിയ സംശയമൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ ഒരു ദിവസം അവൾ അങ്കിളുടെ കൂടെ ICUവിൽ ഉണ്ടായിരുന്ന അന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അയാൾ അവളുടെ അടുത്ത് ചെന്നിരിക്കുകയും അവളുടെ കയ്യിൽ പിടിച്ച് അവളില്ലാതെ അയാൾക്കൊരു ജീവിതമില്ല എന്നൊക്കെ പറയുന്നതുമെല്ലാം ഞാൻ കണ്ടതാ. നിന്നെ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ എനിക്ക് നോക്കിക്കൊണ്ടിരിക്കണം ഏഞ്ചൽ. നീ എന്റെയാ, എന്റെ മാത്രം. നിന്റെ ഈ സൗന്ദര്യം അതെന്നെ വല്ലാതെ ഭ്രാന്തി പിടിപ്പിക്കുക. എനിക്കറിയില്ല നീ ഒരുത്തിക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന്. ഏഞ്ചൽ, എനിക്ക് നിന്നോടുള്ള ഈ ഇഷ്ടം നീ തിരിച്ചറിയുന്നെന്ന് എന്നെ നീ ആക്സെപ്റ്റ് ചെയ്യില്ലേ? നിന്നെ വേറെ ഒരുത്തിനും സ്വന്തമാക്കാൻ ഈ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. നീ എന്റെയാ, എന്റെ മാത്രം. ഡോക്ടർ, സോറി, താൻ എപ്പോഴാ അകത്തേക്ക് വന്നേ? എന്താ ഇത് ഡോക്ടർ? നമുക്ക് പുറത്തു ചെന്നിട്ട് സംസാരിക്കാം. പ്ലീസ് കം. ഇനി ഡോക്ടർ പറ, എന്താ നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയത് മുഴുവൻ? ആക്ച്വലി ഐ നീഡ് യുവർ ഹെൽപ്പ്. എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞ അത് വേറൊരു ഇഷ്ടമല്ല. എനിക്ക് ആ കുട്ടിയെ കല്യാണം ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ ഈ സിറ്റുവേഷനില് ഞാൻ അതെങ്ങനെയാണോ ആ കുട്ടിയോട് ചോദിക്കുന്നേ? ഡോക്ടർക്ക് അവളോടുള്ള ഇഷ്ടം വെറും ഒരു നേരം പോക്കിന് വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യം അവളെ അറിയിക്കാൻ ഞാൻ ഡോക്ടറെ സഹായിക്കാം. പക്ഷേ അവൾക്കതിന് സമ്മതമല്ല എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ ഡോക്ടർ ഈ കാര്യം പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലരുത്. ഞാൻ ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്നത് ആത്മാർത്ഥമായി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അവളോടത് ഡോക്ടർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് വരെ ഈ കാര്യത്തെപ്പറ്റി താൻ ഏഞ്ചലിനോട് പറയരുത്. പറയാനുള്ള സമയമാവുമ്പോ ഞാൻ തന്നോട് പറയാം. അന്ന് പക്ഷേ അയാളുടെ ആ വാക്ക് ഞാൻ വിശ്വസിച്ചു. അവൾക്കൊരു നല്ല ജീവിതം കിട്ടുമല്ലോ എന്ന് മാത്രമേ അന്ന് ഞാൻ ഓർത്തുള്ളൂ. പിന്നീട് കുറച്ചു നാൾ കഴിഞ്ഞ് അയാൾ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു അയാൾ അയാളുടെ ഇഷ്ടം ഏഞ്ചലിനോട് പറയാൻ തീരുമാനിച്ചെന്ന്. അതിനായി ലീനയെ കാണാൻ പോകുവാന്നൊക്കെ. അപ്പോ അതിനുശേഷമാണ് നമ്മളൊന്ന് അവിടെ ചെന്നതും ഇവരുടെ മാരേജ് ഫിക്സ് ചെയ്തതും അല്ലേ? ശരിക്കും അതാണ് അയാളെ വല്ലാതെ ഷോക്കാക്കിയത്. ഒരിക്കലും സാംസാറിന്റെ ഭാഗത്തുനിന്ന് ലീനയ്ക്കൊരു മാരേജ് പ്രപ്പോസൽ വരുമെന്നോ അതെല്ലാരും കൂടി ഇങ്ങനെ ഉറപ്പിക്കുമെന്നൊന്നും അയാൾ ഓർത്തിരുന്നില്ല. അതിനുശേഷം ഒരു ദിവസം അയാളുടെ ആവശ്യപ്രകാരം ഞാൻ ലീനയെ കാണാൻ പോയി. റേച്ചൽ പറഞ്ഞ് സാറുമായിട്ടുള്ള ലീനയുടെ മാരേജിന്റെ കാര്യം ഞാൻ അറിഞ്ഞതുകൊണ്ട് തന്നെ ഷെറിൻ ഡോക്ടറിന്റെ കാര്യം ഞാനായിട്ട് അവളോട് ചോദിക്കാൻ പോയില്ല. പക്ഷേ തിരിച്ചു പോരുന്നതിന് മുൻപായി അവൾ എന്നോട് അതേപ്പറ്റി ഇങ്ങോട്ട് പറയുമായിരുന്നു. സാം വിചാരിക്കുന്നത് പോലെ അവൾക്ക് അയാളോട് ഒരു ഇഷ്ടമില്ല. അന്ന് ഷെറിൻ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞതും അവള് തിരിച്ചു പറയുന്നത് പോലും കേൾക്കാൻ നിൽക്കാതെ അയാൾ പോകുമായിരുന്നു. പിന്നീട് നിങ്ങളുടെ മാരേജിന്റെ കാര്യം അറിഞ്ഞപ്പോ അയാൾ പഞ്ചഭാവത്തെ പോലെ അവളെ വിളിച്ച് സംസാരിച്ചു. ഇതിന്റെ ഇടയ്ക്കാണ് ഷെറിൻ സാമിനെ കാണുന്നതും
ഷെറിനിൽ നിന്നും സാം അവൻ പറഞ്ഞ കള്ളങ്ങളെല്ലാം വിശ്വസിക്കുന്നതും. അപ്പോ ഏഞ്ചലീന അവൾക്ക് ഇതേപ്പറ്റിയൊന്നും സത്യമായും അറിയില്ലായിരുന്നു സാർ. ഇതൊക്കെ മനസ്സിലാക്കാതെ ഞാൻ എന്തൊക്കെയാ അവളെ. സാമേ, പക്ഷെ ഇപ്പൊ അതൊന്നും അല്ല ഇവിടെ പ്രോബ്ലം. അവനിപ്പോ വല്ലാത്തൊരു മെന്റൽ സ്റ്റേറ്റിലാ. അയാള് ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് എന്താ അയാൾ എന്നോട് പറഞ്ഞതെന്ന് സാറിനറിയോ? നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ ജീവനോടെ ഉണ്ടാവുമെന്ന്. അയാൾക്കൊപ്പം ജീവിക്കാൻ ലീനയ്ക്ക് പറ്റിയില്ലെങ്കിൽ സാറിന്റെ കൂടെ ജീവിക്കാൻ അവളെ അയാൾ അനുവദിക്കില്ലാന്ന്. അയാൾക്കിപ്പോ സാമിനോടുള്ളതിനേക്കാൾ ദേഷ്യം അവളോടാ. അയാളുടെ ഇഷ്ടം അവൾ അറിഞ്ഞിട്ടും അയാള് വേണ്ടാന്ന് വെച്ച് സാമിന്റെ മാരേജ് പ്രപ്പോസൽ അവൾ ആക്സെപ്റ്റ് ചെയ്തതിന്. സാമേ, നീ ഇതത്ര നിസ്സാരമായി കാണരുത്. നിനക്കറിയാലോ അവനെ. ചെറുപ്പം മുതലേ എന്തെങ്കിലും വേണമെന്ന് അവൻ വാശി പിടിച്ച അത് കിട്ടുന്നത് വരെ ഒരുമാതിരി വല്ലാത്ത ഭ്രാന്താവന്. എനിക്ക് അവളുടെ കാര്യം ഓർക്കുമ്പോഴാ പേടി. ആ പാവം ഇതൊന്നും അറിയാതെയാ അയാളോട് ഇപ്പോഴും പെരുമാറുന്നേ. അങ്ങനെ അവൻ അവളെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനു മുൻപ് അവൻ എന്നെ അങ്ങ് തീർത്തേക്കണം. അല്ലാതെ അവളുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ സമ്മതിക്കില്ല ഞാൻ ഒരുത്തനെയും. താൻ ഉറങ്ങിയില്ലായിരുന്നു ഇതുവരെ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നാളെ ഞാൻ എന്റെ വീട്ടിലോട്ടൊന്ന് പോവും. പിന്നെ കുറച്ചു ദിവസം അവിടെ നിന്നിട്ടേ ഞാൻ വരൂ. അതെന്താടോ പെട്ടെന്ന്? എന്താ, ഇനി എനിക്ക് എന്റെ വീട്ടിലും പോകാൻ പാടില്ലെന്ന് വല്ല കണ്ടീഷൻസും ഉണ്ടോ? താൻ പൊക്കോ. പോവാം. എവിടെ? അത് ശരി, താനല്ലേ ഇന്നലെ എന്നോട് പറഞ്ഞത് ഇന്ന് തന്റെ വീട്ടിലോട്ട് പോണമെന്ന്. താനത് ഇത്ര പെട്ടെന്ന് മറന്നോ? അത് ഞാൻ പോകുന്ന കാര്യമില്ലേ നിങ്ങളോട് പറഞ്ഞത്. അതിന് നിങ്ങൾ എന്തിനാ രാവിലെ തന്നെ റെഡിയായി നിൽക്കുന്നത്? ഞാൻ വരാതെ എങ്ങനെയാ താൻ പോകുന്നേ? കല്യാണം കഴിഞ്ഞ് ആദ്യമായി തന്റെ വീട്ടിലോട്ട് നമ്മൾ ഒരുമിച്ചല്ലേ പോവേണ്ടത്? ആഹാ, നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞോ? ഡാ, അവിടെ എത്തിയിട്ട് വിളിച്ചേക്കണം കേട്ടല്ലോ. ആമമ്മ. എടോ, താൻ പാടോ, ഇനിയും നിന്ന് സമയം കളയണ്ട. മമ്മ, പോയിട്ട് വരാം. പോയി വാ മോളെ. ജെസിയെ, ദേ മക്കള് വന്നു കേട്ടോ. പപ്പ, മോനെ വാ വാ. പപ്പ പപ്പ എന്താ എന്നെ കണ്ടില്ലേ? അത് പിന്നെ നിന്നെ അല്ലായിരുന്നോടി ഞങ്ങള് 10-26 വർഷമായി കണ്ടോണ്ടിരുന്നത്. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോൻ വന്നില്ലേ? അകത്തേക്ക് വാ മക്കളെ. എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്?
ഐ ഫീൽ അഷൈംഡ് ഓഫ് യു. തനിക്കിതെന്തു പറ്റി? എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാനിപ്പോ വന്നേക്കുന്നത്. എന്നെ നിങ്ങൾ ഓരോ കള്ളങ്ങളും പറഞ്ഞ് പറ്റിക്കുവല്ലായിരുന്നോ? അതിന് ഞാൻ തന്നോട് എന്ത് കള്ളമാ പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞതെല്ലാം കള്ളങ്ങളാ. അവളെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് കള്ളം. അവളും നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് മറ്റൊരു കള്ളം. അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാ സാംസാർ അവളെ വിവാഹം ചെയ്തതെന്ന് പറഞ്ഞത് വേറൊരു കള്ളം. ഇങ്ങനെ നുണകളുടെ ഒരു കൂടാരം തന്നെ മെനഞ്ഞെടുത്ത് എന്നെ പറ്റിച്ച് ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കുമല്ലായിരുന്നോ നിങ്ങള്? എന്തിനാ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നേ? ശരിയാണ്, തന്നോട് ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊക്കെ ഏഞ്ചലീനയോടുള്ള എന്റെ സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്രമായിരുന്നു. അവളെ എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ വിധി അതിന് സമ്മതിച്ചില്ല. സാരമില്ലടോ, അവൾ എവിടെയായിരുന്നാലും സന്തോഷമായിട്ടിരുന്നാൽ മാത്രം മതി എനിക്ക്. കൊള്ളാം നിങ്ങളുടെ പുതിയ നാടകം. അവള് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയാവും അല്ലേ നിങ്ങൾ ആ പാവത്തെ ഇങ്ങനെ പിന്തുടർന്ന് ഉപദ്രവിക്കുന്നത്? നിങ്ങൾ എന്താ വിചാരിച്ചേ? ഒന്നും അറിയാതെയാ ഞാൻ ഈ സംസാരിക്കുന്നതെന്നോ? സോ താനിപ്പോ കാര്യങ്ങളൊക്കെ അറിഞ്ഞുവല്ലേ? എനിവേ ഇനി എനിക്ക് ഇങ്ങനെ അഭിനയിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. അതെ, താൻ അറിഞ്ഞതെല്ലാം ശരിയാണ്. ഡു യു നോ വൺ തിങ്? അവളെ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോയതാടോ. എന്റെ കയ്യിന്ന് ജസ്റ്റ് മിസ്സായി പോയതാ അവള്. അതും എന്റെ പ്രിയ കൂട്ടുകാരൻ തന്നെ അവളെ എന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തു. എന്നിട്ടിപ്പോ അവനും അവളും കൂടി സന്തോഷമായി ജീവിക്കുന്നു. ദെൻ വാട്ട്സ് മൈ റോൾ? അങ്ങനെ എന്നെ ഫുള്ളാക്കിയിട്ട് അവൻ ഇപ്പൊ അവളുമായി ജീവിക്കണ്ട. എന്തൊരു മനുഷ്യനാണോ താൻ? നീനയുടെ കാര്യം പോട്ടെ, സാംസാർ തന്റെ ചെറുപ്പം മുതലുള്ള ഫ്രണ്ട് അല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണോ സാറിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്? താൻ ചെല്ല്. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ താൻ കയറി ഇടപെടാൻ നിൽക്കുന്നത്? നോക്കിക്കോ, നിങ്ങളുടെ ആഗ്രഹം പോലെ ഒന്നും നടക്കില്ല. ഇത് ഞാൻ വെറുമാക്ക് പറയുന്നതല്ല. പോട്ടെ. മേഴ്സിയെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ മോളെ ഇങ്ങോട്ട്? നിങ്ങൾ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാ മേഴ്സി അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? മമ്മയെ അല്ലെങ്കിലും വീട്ടിൽ കാണാറില്ല. ഡാഡി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഓഫീസിലെ കംപ്ലീറ്റ് കാര്യങ്ങളും ഇപ്പൊ മമ്മയെ നോക്കുന്നേ. അതെന്തായാലും നന്നായി. നിങ്ങൾ എന്നാ ചെന്ന് ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. നീലമോളെ, മോനെ റൂമിലോട്ട് കൂട്ടിക്കൊണ്ടു പോന്നി. ആന്റി എന്നെ സമ്മതിച്ചു കേട്ടോ. ഞങ്ങൾക്ക് റെസ്റ്റ് വേണമെന്ന് ആന്റിക്ക് എങ്ങനെ ഇത്ര കൃത്യമായി മനസ്സിലായി? സത്യം പറഞ്ഞ മാരേജ് കഴിഞ്ഞ് ഓരോ റിലേറ്റീവ്സിന്റെയും വീട്ടിൽ പോയി ഞങ്ങൾ രണ്ടും മടുത്തിരിക്കുക. ഇവിടെ വന്നിട്ടെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ഇയാളിതെന്തൊക്കെയായി പറയുന്നേ? അതെന്താ മോനെ? അല്ലെങ്കിലേ ഇനി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ വീടുകളിലും ഞങ്ങളോട് പോവാൻ പറഞ്ഞാലോ എന്നോർത്ത് പറഞ്ഞതാ. ഞങ്ങൾക്കതിന് ഇവിടെ റിലേറ്റീവ്സ് ഒന്നും ഇല്ല മോനെ. ഞാനത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാ ആന്റി ഓർത്തെ. നിങ്ങൾ എന്തായാലും റൂമിലോട്ട് ചെല്ല്. മോനെ റൂം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നേ. അപ്പോ ഇതാണല്ലേ തന്റെ റൂം? ഓ സോറി, നമ്മുടെ റൂം. എന്താടോ താൻ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തുദ്ദേശം? അയ്യേ, താൻ വിചാരിക്കുന്ന ടൈപ്പ് ആളൊന്നും അല്ല ഞാൻ.
നിർത്തിക്കോ നിങ്ങളുടെ അഭിനയം. എന്നെ പറ്റിക്കുന്നതും പോരാഞ്ഞിട്ടാണോ എന്റെ വീട്ടുകാരെ കൂടി പറ്റിക്കുന്നേ? അവര് പാവങ്ങളാ, നിങ്ങളെ വലിയ കാര്യമാ അവർക്ക്. പ്ലീസ് അവരോടെങ്കിലും കുറച്ച് മനസാക്ഷി കാണിച്ചുകൂടെ നിങ്ങൾക്ക്? എന്താ നിങ്ങൾ ചെയ്യുന്നേ? വിട്. തന്നോട് വിടാനാ ഞാൻ പറഞ്ഞേ. വിട്ടില്ലല്ലോ. ഞാനിപ്പോ തന്റെ ഭർത്താവാ, അല്ലാതെ തന്റെ എഫ്ഒ ആയിരുന്ന ആ പഴയ സാമൈസക്കല്ല. എന്റെ ഭാര്യയെ ഭർത്താവായ എനിക്ക് എന്തും ചെയ്യാം. അതിന് എനിക്കിനി ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. അത് താൻ ഒറ്റയ്ക്കങ്ങ് തീരുമാനിച്ചാൽ മതിയോ? താൻ എന്തായി ചെയ്യുന്നേ? ചെയ്യാൻ പോകുന്നല്ലേ ഉള്ളൂ. മോളെ, ദേ ഇത് ആരൊക്കെ വന്നേക്കുന്നേന്ന് നോക്കിയേ നീ. അല്ല, നിങ്ങളിത് എവിടെ പോയതാ? ഞാൻ ദേ റേച്ചലിനെയും കൊണ്ട് ഒന്ന് ഹോസ്പിറ്റൽ വരെ പോയതായിരുന്നു അങ്കിള്. അയ്യോ, റേച്ചൽ മോൾക്ക് അതിന് എന്തു പറ്റി? അയ്യോ, എനിക്കൊന്നും പറ്റിയിട്ട് പോയതല്ല ആന്റി, ഒരു റിലേറ്റീവിനെ കാണാൻ വേണ്ടി പോയതാ. ഷേ, ഞാൻ വേറെ എന്തൊക്കെയോ വിചാരിച്ചു കൂട്ടി. അല്ല ഡാനിസ, ഉടനെ എങ്ങാനും ഞങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് കേൾക്കാൻ പറ്റുമോ? ഒന്ന് പോടി. അല്ല, നിങ്ങൾ ഇങ്ങോട്ട് എപ്പോ വന്നതാടി? അവര് വന്നിട്ട് കുറച്ചു നേരം ആയേ ഉള്ളൂ മോളെ. ഡാനി, നിങ്ങളായിരുന്നോ? അല്ല, നിങ്ങളെന്താ ഇവിടെ? ഓ, പ്രത്യേകിച്ച് ഒന്നുമില്ലടാ, ഇതുവഴി പോയപ്പോ ഇങ്ങോട്ടൊന്ന് കേറിയെന്നേ ഉള്ളൂ. അതെന്തായാലും നന്നായി. ഇന്നിനിയിപ്പോ നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ അങ്ങ് കൂടാം, അല്ലേടോ ഏഞ്ചലെ? ഏയ് ഇല്ലടാ, ഞങ്ങൾ പോകും. നാളെ എനിക്ക് ഡ്യൂട്ടി ഉള്ളതാ. ഒരു ദിവസത്തെ ഡ്യൂട്ടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ ഡാനിമോനെ? അങ്കിൾ, അത് കുറച്ച് ഡേയ്സ് ഓൾറെഡി ഞാൻ ലീവ് എടുത്തത് കാരണം ഇനി എനിക്ക് ലീവ് കിട്ടാൻ പാടാ. എന്തായാലും നിങ്ങൾ ഇരിക്ക്. ഇന്നെന്തായാലും രാത്രിയിലെ ആഹാരം കഴിച്ചിട്ടൊക്കെ പോയാ മതി നിങ്ങള്. അയ്യോ ആന്റി, അത് നീ ഒന്നും പറയണ്ട. അമ്മ, അവര് രാത്രിയിലെ ഫുഡും കഴിച്ചേ ഇവിടുന്ന് പോകുന്നുള്ളൂ, അല്ലേടി? പിന്നെ പറയടി, എങ്ങനെ പോകുന്നു നിന്റെ വിവാഹ ജീവിതമൊക്കെ? ആ, ചോദിക്കാൻ പറ്റിയ ചോദ്യം. നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ, എന്നിട്ടാണോടി ഇങ്ങനൊരു ചോദ്യം നീ എന്നോട് ചോദിക്കുന്നത്? നീ ഇനിയും ആ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുവാണോ? റേച്ചലെ, നിനക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ എന്നെ കൊണ്ട് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമെന്ന്? മറക്കാതെ പിന്നെ എങ്ങനെയാടാ? ഇപ്പൊ നിങ്ങള് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. നിങ്ങൾ ഒരുമിച്ച് ഇനി ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യേണ്ടവരാണ്. നീ ഇനിയും ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിരുന്ന നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിനെയാണ് അത് ബാധിക്കുന്നത്. എന്നെ കൊണ്ട് അയാളോടൊപ്പമുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യാനൊന്നും പറ്റില്ല റേച്ചലെ. ഞാൻ എങ്ങനെയാടാ എന്റെ മനസ്സിന് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കുന്നത്? നീ പിന്നെ എന്ത് ചെയ്യാൻ പോകുക? എനിക്കറിയില്ലടാ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ലീനെ? നീ നിന്റെ കാര്യം മാത്രമേ ഓർക്കുന്നുള്ളൂ. നിനക്കൊരു നല്ല ലൈഫ് കിട്ടിയെന്നോർക്ക് സന്തോഷിച്ചിരിക്കുക നിന്റെ പപ്പയും അമ്മയും. നിന്റെ ഒരാളുടെ ഈ വാശി കാരണം അവരുടെ ആ സന്തോഷം കൂടി നിനക്ക് ഇല്ലാതാക്കണോ? ശരിയാ, നിന്നെ സാം ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം, നിന്റെ പപ്പ ഇന്ന് ജീവനോടെ ഇരിക്കുന്നെങ്കില് അത് സാം ഒരാൾ കാരണം മാത്രമാ. മേഴ്സി ആന്റിയും സാമും ഒക്കെ നിങ്ങൾക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ മാത്രം ഓർത്താ മതി.
നിനക്ക് സാമിനോടുള്ള ഈ ദേഷ്യം മാറാൻ. പിന്നെ നീ പറയുന്നത് പോലെ സാം ഇപ്പോഴും നിന്റെ മുൻപിൽ അഭിനയിക്കുകയോ നിന്നെ ചതിക്കുകയോ ചെയ്യാനായിരുന്നെങ്കിൽ അവർക്ക് നിന്നെയോ നിന്റെ ഫാമിലിയെയോ ഇങ്ങനെ സഹായിക്കേണ്ട കാര്യമില്ലായിരുന്നു. നീനെ ലൈഫ് ഒന്നേ ഉള്ളൂ. അതിങ്ങനെ വാശിയും ദേഷ്യവും കാണിച്ചുകൊണ്ടിരുന്ന് തീർക്കാനുള്ളതല്ല. നിനക്ക് പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റും സാം നിന്നോട് ചെയ്തിട്ടില്ല. ആർക്കായാലും ഒരു ചാൻസ് കൊടുക്കുന്നത് നല്ലതല്ലേടാ. നീ ഒന്ന് നല്ലതുപോലെ ആലോചിച്ചു നോക്ക്. എന്നിട്ട് പോസിറ്റീവായി ഒരു തീരുമാനത്തിലെത്ത്. എനിക്കറിയില്ല, അയാളെ എന്റെ ഭർത്താവായി അംഗീകരിക്കാൻ എന്റെ മനസ്സിന് കഴിയുന്നില്ല. എന്താ എന്നെ ആരും ഒന്നും മനസ്സിലാക്കാത്തെ? പിന്നെ എങ്ങനെ പോകുന്നു അളിയ നിന്റെ ദാമ്പത്യ ജീവിതമൊക്കെ? ഒന്ന് പോടാ അവിടുന്ന്. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഒരുമാതിരി മറ്റേടത്ത് ചോദ്യം ചോദിക്കരുത് നീ. എല്ലാം ശരിയാകൂടാ. നിന്റെ ആഗ്രഹം പോലെ തന്നെ അവൾ നിന്റെ സ്നേഹം മനസ്സിലാക്കും. പിന്നെ നിനക്കും അറിയാലോ, പെട്ടെന്നൊന്നും ചിലപ്പോ അവളത് മനസ്സിലാക്കണമെന്നുമില്ല. അല്ല, അത് പിന്നെ നിനക്കും അറിയാലോ, അത്ര പെട്ടെന്ന് നിന്നോട് ഇഷ്ടം തോന്നാനുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ നീ അവളോട് ചെയ്തു കൂട്ടിയിട്ടുള്ളത്. അതറിയാവുന്നത് കൊണ്ടാടാ ഞാനും കൂടുതലായിട്ട് അവളെ ഒന്നിനെ നിർബന്ധിച്ച് ചെല്ലാത്തത്. പിന്നെ ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. റേച്ചലിനെ എൽസ എന്ന് വിളിച്ചിരുന്നു. എൽസ ഷെറിനെ ഇന്ന് കണ്ടിരുന്നു. അവൻ രണ്ടും കൽപ്പിച്ചാണെന്നാ എൽസ പറയുന്നത്. നമുക്ക് ഇതേപ്പറ്റി മേഴ്സി ആന്റിയോടൊന്ന് പറഞ്ഞാലോടാ. ആന്റിക്കാവുമ്പോ ഇത് വേണ്ടതുപോലെ ഡീൽ ചെയ്യാൻ പറ്റിയേക്കും. അതൊന്നും വേണ്ട, ഇത് എന്റെ കൂടി കാര്യമായി പോയില്ലേടാനി. അവനെ ഞാൻ ഒറ്റയ്ക്ക് ഡീല് ചെയ്തോളാം. ഇനി പറ്റുന്നതും അവനെ കാണാൻ പോകുന്നത് ഒഴിവാക്കണമെന്ന് നീ എൽസയോടൊന്ന് പറയണം. ആ കുട്ടിയെ കൂടി എന്തിനാ വെറുതെ ഇതിന്റെ ഇടയിലോട്ട് കൊണ്ടുവരുന്നത്? സാം, നിനക്കിതേപ്പറ്റി ഏഞ്ചലിനോടൊന്ന് സംസാരിച്ചുകൂടെ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞ അവളത് വിശ്വസിക്കുമെന്ന്? ശരി, നീ പറയണ്ട. പക്ഷേ റേച്ചലും എൽസയും പറഞ്ഞ ഏഞ്ചൽ നിനക്കത് വിശ്വാസമാ. ഞാനും അത് ഓർത്തു. എന്തായാലും വരട്ടെ, നമുക്ക് നോക്കാം. എന്നാ പിന്നെ ഇനി ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ദാ സാമേ, നിങ്ങളിനി എന്നാ ഞങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നു വരുന്നത്? ഞങ്ങള് വരാടാ, ഓരോന്നോരോന്നായി തീർത്തോണ്ടിരിക്കുക. വരുമ്പോ എന്തായാലും 2 ദിവസം സ്റ്റേ ചെയ്യുന്ന രീതിയിലെ വരാവൂ രണ്ടാളും. അല്ലെങ്കിലും റേച്ചൽ മോളുടെ കൂടെ നിൽക്കാൻ കിട്ടുന്ന ഒരവസരവും ഇവള് കളയില്ലല്ലോ. എല്ലാവരെയും തിരക്കിന്ന് പറയാനേടാ. ആടാ, പറയാം. എന്നാ ശരി സാമേ, നിന്നെ ഞാൻ വിളിച്ചോളാം. ഓക്കേടാ. നീ നിന്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. നിനക്കൊരു നല്ല ലൈഫ് കിട്ടിയെന്നോട്ട് സന്തോഷിച്ചിരിക്കുക നിന്റെ പപ്പയും അമ്മയും. നിന്റെ ഒരാളുടെ ഈ വാശി കാരണം അവരുടെ ആ സന്തോഷം കൊണ്ട് നിനക്ക് ഇല്ലാതാക്കണം. ശരിയാ, നിന്റെ സാം ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം, നിന്റെ പപ്പ ഇന്ന് ജീവനോടെ ഇരിക്കുന്നെങ്കിൽ അത് സാം ഒരാൾ കാരണം മാത്രമാണ്. മേഴ്സി ആന്റിയും സാമും ഒക്കെ നിങ്ങൾക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി നിനക്ക് സാമിനോടുള്ള ഈ ദേഷ്യം മാറാൻ. നീനെ ലൈഫ് ഒന്നേ ഉള്ളൂ. അതിങ്ങനെ വാശിയും ദേഷ്യവും കൊണ്ടുവന്ന് തീർക്കാനുള്ളതല്ല. ഇവളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇനി വഴക്കുണ്ടാക്കാൻ പുതിയ എന്തെങ്കിലും കാര്യം കിട്ടിയിട്ടാണോ എന്റെ ദൈവമേ? മിണ്ടാതെ പോയി കിടന്നേക്കാം. നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നോട് തന്നെയാണോ? എന്താണോ താൻ പറഞ്ഞു?
നിങ്ങളോടിത് എങ്ങനെ പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല. ആരും എന്നെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾക്കെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ഏഞ്ചൽ, താനെന്താ ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നേ? എന്താ കാര്യം എന്ന് വെച്ചാ താൻ അതൊന്ന് തെളിച്ചു പറ. എനിക്ക് നിങ്ങളെ എന്റെ ഭർത്താവായി കാണാൻ പറ്റുന്നില്ല. ഞാൻ എത്രയൊക്കെ ശ്രമിച്ചാലും അതിനിനി എന്നെ കൊണ്ട് കഴിയുകയില്ല. അത്രമാത്രം നിങ്ങളെ ഞാൻ വെറുത്തു പോയതാ. പ്ലീസ് ഒന്ന് മനസ്സിലാക്കെന്നെ. ഇങ്ങനെ അഭിനയിച്ച് തീർക്കാനുള്ളതാണോ നിങ്ങളുടെ എന്റെയും ജീവിതം? തനിക്ക് അത്രയ്ക്ക് വെറുപ്പാണോ ഇപ്പോഴും എന്നോട്? ഒരല്പം പോലും എന്നോടുള്ള തന്റെ വെറുപ്പ് കുറഞ്ഞിട്ടില്ലേ? തനിക്ക് തോന്നുന്നുണ്ടോ ഇപ്പോഴും ഞാൻ തന്നോട് ഈ കാണിക്കുന്നതൊക്കെ എന്റെ അഭിനയം മാത്രമാണെന്ന്? പറ ഏഞ്ചലെ, തനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ ഇതെല്ലാം എന്റെ അഭിനയം മാത്രമാണെന്ന്? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ശരിയാ, ഞാൻ തന്നെ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്. അതൊന്നും മറക്കണമെന്ന് ഞാൻ തന്നോട് പറയുന്നില്ല. പക്ഷേ ഞാനിപ്പോ ഈ കാണിക്കുന്നതൊക്കെ എന്റെ വെറും അഭിനയം മാത്രമാണെന്ന് താൻ പറയരുത്. താൻ പറഞ്ഞതുപോലെ എനിക്ക് എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, അതിന് ഞാൻ തന്നെ നിർബന്ധിക്കുകയില്ല. പക്ഷേ ഒരു തവണത്തേക്ക് മാത്രം എനിക്കൊരു ചാൻസ് തന്നൂടെ തനിക്ക്? എന്നെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയതാണോ? തന്നെ വിട്ടുപോകാൻ എനിക്ക് പറ്റുന്നില്ല ഏഞ്ചലെ. ഞാൻ പോലും അറിയാതെ എന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് തന്നെ എന്ന ഐസിയിൽ വന്ന് കണ്ടതിന് ശേഷമാണ്. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് തന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടായിരുന്നെന്ന്. തന്നെ അന്ന് അവിടെ അങ്ങനെ കണ്ടതിന് ശേഷം മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ല ഞാൻ. തനിക്കെന്നെ നന്നായി അറിയാലോ, ഇങ്ങനെയായിരുന്നു ഞാൻ. എന്നെ ഇന്നീ കാണുന്ന പോലെ ഒരാളാക്കിയെടുത്തത് ഞാൻ മാത്രമേ ഏഞ്ചലെ. തനിക്ക് വേണ്ടി, എന്നോടുള്ള എന്റെ ഈ സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും ഏഞ്ചലെ. പ്ലീസ്, തന്റെ ലൈഫിൽ നിന്ന് പോവാൻ മാത്രം താൻ എന്നോട് പറയരുത്. ഒരു ശല്യത്തിനും ഞാൻ തന്റെ അടുത്തേക്ക് വരില്ല. പക്ഷേ തന്നെ വിട്ടുപോവാൻ മാത്രം താൻ എന്നോട് പറയരുത്. അത് ചിലപ്പോ എനിക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോ എന്തൊക്കെയോ ഇവിടെ അയാൾ പറഞ്ഞേ? എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടോ ഇയാള്? ഇതൊക്കെ എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ അറിയുന്ന സാം ഐസക് ഇങ്ങനെയൊന്നുമല്ല. അയാളുടെ ആ കണ്ണീര് അത് സത്യമാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോനെന്താ ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഏയ് നത്തിങ് ആന്റി, കിടന്നിട്ട് ഉറക്കം വന്നില്ല. എന്റെ മോളായിരിക്കുമല്ലേ മോന്റെ ഉറക്കം കെടുത്തിയത്? എനിക്കെല്ലാം അറിയാം മോനെ. നിങ്ങൾ തമ്മിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ മോന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും അവളെ ഞാനായിട്ട് വിടില്ലായിരുന്നു. ഞങ്ങളോട് മോൻ ക്ഷമിക്ക്. ഞങ്ങള് ഒന്നും അറിയാതെയാ അവളെ ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചത്. ആന്റിക്കറിയാം ഞങ്ങള് കാണിച്ച ഈ ബുദ്ധിമോശം കൊണ്ട് മോന്റെ ജീവിതമാ ഇപ്പൊ നശിക്കുന്നതെന്ന്. എനിക്കറിയില്ല മോനെ എന്ത് പറഞ്ഞാ മോനെ ഒന്ന് സമാധാനിപ്പിക്കേണ്ടതെന്ന്. ആന്റി, ഇതെന്തൊക്കെയായി പറയുന്നത്? ആന്റിയുടെ മോള് കാരണം എന്റെ ലൈഫ് നശിക്കുകയല്ല ചെയ്തത്. ശരിക്കും എനിക്ക് പുതിയൊരു ലൈഫ് കിട്ടുക ചെയ്തത്. എനിക്കവളെ ജീവന ആന്റി. അവളില്ലാതെ ഇനി ഒരു ജീവിതം, അതേപ്പറ്റി ഇനി എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല.
നിന്നെ ഒരിക്കൽ അവൾ മനസ്സിലാക്കും മോനെ. നീ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം നിനക്ക് കിട്ടും. മോൻ ഇനി അത് ഓർത്ത് ഇവിടെ നിൽക്കാതെ റൂമിൽ പോയി കിടന്നുറങ്ങ്. ചെല്ലി. ഉം. ഞാൻ ഈ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഹേർട്ട് ആവുന്നുണ്ടെന്ന് എനിക്കറിയാടോ. ബട്ട് ഐ കാൺട്ട് ഹെൽപ്പ്. നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല ഏഞ്ചലെ. എന്നെങ്കിലും ഒരിക്കൽ നീ എന്റെ സ്നേഹം മനസ്സിലാക്കും. ഇനി ആ ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. ഉറങ്ങുമ്പോഴും ഇതിനെ കാണാൻ എന്ത് ഭംഗിയാ. നീ അറിയാതെ നിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ജീവിതകാലം മുഴുവനും ഇരിക്കണം എനിക്ക്. സാം, 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 കോഫി കുടിക്ക്. ഇത് സ്വപ്നം വല്ലതുമാണോ? ഇത് കുടിച്ചു കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടൊക്കെ വാ. പപ്പയും അമ്മയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് സാമിനെ മീറ്റ് ചെയ്തിരിക്കുക. വാട്ട്സ് ഹാപ്പനിങ്? എന്താ ഇപ്പൊ ഇവിടെ സംഭവിച്ചത്? ഓ ഗോഡ് പ്ലീസ്, ഇത് സ്വപ്നമായിരിക്കല്ലേ? അപ്പോ അപ്പോ ഇത് സ്വപ്നമല്ല. ഏഞ്ചൽ ഇപ്പോ എന്നെ സാമിന് തന്നെയല്ലേ വിളിച്ചേ? താങ്ക് ഗോഡ്. ആ മോനെ, വാ ഇവിടെ വന്നിരിക്കെ. മോൻ ആരെയായി നോക്കുന്നത്? നീനമോളെയാണോ? അതെ ആന്റി. അവൾ ഇപ്പൊ വരും. പുറത്ത് നിൽപ്പുണ്ട്. അവളുടെ ഒരു കൂട്ടുകാരി വന്നിരുന്നു. ആ കുട്ടിയുമായി അവിടെ സംസാരിച്ചു നിൽക്കുക. ആ, ദേ വന്നല്ലോ. മോളെ വന്നിരിക്കെ. അല്ല, ഇന്നിനി എന്താ നിങ്ങളുടെ പരിപാടി? അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിപാടിയും ഇല്ല ആന്റി. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വന്നൂടെ? ശരിയാ മോളെ, കഴിച്ചിട്ട് ചെന്ന് റെഡിയായി മോന്റെ കൂടെ ചെല്ല്. ഇപ്പോഴൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റൂ. നാളെ രണ്ട് പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞിട്ട് പിന്നെ ഓർത്തിട്ട് കാര്യമില്ല. എന്തായാലും ഇപ്പൊ രണ്ടുപേരും ഇരുന്ന് കഴിക്ക്. ആന്റി, ഞങ്ങളെന്നാ പോയിട്ട് വരാം. ചെല്ലു മോനെ.
എങ്ങോട്ടാണ് പോവേണ്ടത്? എനിക്ക് അറിയില്ല. ഇവിടെ അടുത്തെവിടെയും വല്ല പാർക്കോ ബീച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ബീച്ചുണ്ട്. എന്നാ ബീച്ചിലോട്ട് പോട്ടെ. ഉം. ഏഞ്ചൽ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ തനിക്ക് എന്നോട്? അറ്റ്ലാസ്റ്റ് എന്നെ ഒന്ന് വഴക്കെങ്കിലും പറഞ്ഞൂടെ? ഇങ്ങനെ സൈലന്റ് ആയിട്ട് താൻ ഇരിക്കുന്നതിലും ബെറ്റർ അതാ. ഞാനിപ്പോ എന്ത് പറയാനാ? അതെന്താ, തനിക്ക് എന്നോട് പറയാൻ ഒന്നുമില്ലേ? ഇറ്റ്സ് ഓക്കെ, ഐ എം നോട്ട് ഫോഴ്സിങ് യു. സാം, നിങ്ങൾ ഇന്നലെ എന്നോട് പറഞ്ഞതൊക്കെ സത്യമാണോ? ഞാൻ ഇന്നലെ പറഞ്ഞ എന്ത് കാര്യമാ താനീ ചോദിക്കുന്നേ? നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണോ? അതോ ഇനി അതെല്ലാം നിങ്ങളുടെ പുതിയ തന്ത്രങ്ങളാണോ? തനിക്ക് ഒരു കാര്യം അറിയോ? ഞാൻ എന്റെ ജീവിതത്തില് ഏറ്റവും കൂടുതൽ ഇതുവരെ സ്നേഹിച്ചിട്ടുള്ളത് എന്റെ ഡാഡിയെയും മമ്മയെയുമാണ്. എനിക്ക് തന്നോടുള്ള ഇഷ്ടം ഏതു തരത്തിലുള്ളതാണെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായത് കൊണ്ട് മാത്രമാ അവരെനിക്ക് വേണ്ടി തന്നെ ആലോചിച്ചത്. തനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ ഞാൻ എന്റെ വാശിക്ക് വേണ്ടിയാ തന്നെ എന്റെ ലൈഫിലോട്ട് കൊണ്ടുവന്നതെന്ന്? നോ ഏഞ്ചൽ, തന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ ഈ കാണുന്ന കടല് പോലെ സത്യമാണ്. ഐ റിയലി ലവ് യു. ഈ കാണിക്കുന്നതൊന്നും എന്റെ അഭിനയമോ നാടകമോ ഒന്നുമല്ല. അല്ലെങ്കിൽ തന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കാൻ മാത്രം അത്ര ദുഷ്ടനൊന്നും അല്ലടോ ഞാൻ. എനിക്കറിയില്ല സാം, നിങ്ങളെ അംഗീകരിക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന്. ഇതുവരെ അതേപ്പറ്റി ഞാൻ ആലോചിച്ചിട്ട് കൂടിയില്ല. വീണ്ടും വീണ്ടും ഞാൻ പറയുക, എനിക്ക് നിങ്ങൾക്ക് ഒരു ഉറപ്പും തരാൻ പറ്റില്ല. ഇതുവരെ നിങ്ങളെ അംഗീകരിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നില്ല. നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം ആത്മാർത്ഥമാണെന്ന് എനിക്ക് തോന്നിയ ഞാനും നിങ്ങളെ എന്റെ ഭർത്താവായി കാണാൻ കഴിയുമോന്ന് എന്റെ മനസ്സിനോട് ചോദിച്ചു നോക്കാം. മതി, അത് മാത്രം മതി. എനിക്ക് എന്റെ ഈ സ്നേഹം ഒരു കള്ളമല്ലെന്ന് തോന്നുമെങ്കിൽ മാത്രം താൻ എന്നെ ആക്സെപ്റ്റ് ചെയ്താൽ മതി. എന്നാ വീട്ടിലേക്ക് പോവാം, നല്ല വെയില് വരുന്നുണ്ട്. താൻ വാ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഏഞ്ചൽ സാമിന് തന്നോടുള്ള ഇഷ്ടം വെറുമൊരു അഭിനയം മാത്രമാണെന്ന ചിന്തയിൽ നിന്നും പതിയെ പതിയെ മാറി ചിന്തിക്കാൻ തുടങ്ങി. അവൾ അവന്റെ സ്നേഹം മനസ്സിലാക്കാൻ തുടങ്ങി. പറഞ്ഞത് കേട്ടല്ലോ രണ്ടാളും. ഞാനിവിടെ ഇല്ലാന്ന് കരുതി ഇവനിവന്റെ തോന്നിയവാസം വല്ലതും കാണിക്കുവാണേ അപ്പൊ തന്നെ മോളത് വിളിച്ച് എന്നെ അറിയിച്ചേക്കണം കേട്ടല്ലോ. വെറുതെ മോൾക്ക് തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ നിന്നേക്കരുത്. ഇങ്ങനെ വല്ലതും ഞാൻ അറിഞ്ഞ അപ്പൊ തന്നെ ഫ്ലൈറ്റ് പിടിച്ച് ഞാൻ ഇങ്ങ് വരും. ഓ, മമ്മയുടെ മോൾക്ക് ഞാനായിട്ടൊരു തലവേദന ഉണ്ടാക്കില്ല. ശരി മോളെ, നമ്മ പോയിട്ട് വരാം. സാമേ, ചിലപ്പോ റിയ മോൾ ഇങ്ങോട്ടേക്ക് 2 ദിവസം വല്ലതും നിൽക്കാൻ വന്നേക്കും. അവളെ ഒന്ന് മാനേജ് ചെയ്തേക്കണേടാ. ലീനമോൾക്ക് അവളുടെ കാര്യങ്ങളൊന്നും അറിയാത്തതാ. നിനക്കറിയാലോ അവളെ, ഒരു വട്ട് കേസാ അവള്. ഓ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം മമ്മ. മമ്മ ചെല്ല്.
എടോ, ഞാനൊന്ന് പുറത്തേക്ക് പോകുക. അമ്മ പറഞ്ഞില്ലായിരുന്നോ റിയയുടെ കാര്യം? അവളെ ചെന്ന് ഒന്ന് പിക്ക് ചെയ്തിട്ട് വരാൻ ഞാൻ. ഉം. ഹായ്. നീ ചെന്ന് ഫ്രഷ് ആവ്. ഓക്കേടാ. അല്ല, ഏതാ എന്റെ റൂം? ഇനിയിപ്പൊ പഴയതുപോലെ നിന്റെ റൂം ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക്. നീ വാ. ഇനി ഇതിന് എത്ര നാൾ സഹിക്കണോ ആവോ. സമയം ഇത്രയുമായിട്ട് സാമിനെ കാണുന്നില്ലല്ലോ. ചെന്ന് നോക്കിയാലോ? വേണോ? എന്തായാലും ചെന്ന് നോക്കാം. ഇവൾക്ക് ഉറക്കമൊന്നുമില്ലേ? ആ വാടോ. ഓ ഹായ്. ഇയാൾ ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല. തന്റെ കെട്ടിയോനെ കാണാത്തത് കൊണ്ട് തിരക്കി വന്നതാണോ? ഏയ് അല്ല, ഞാൻ കുടിക്കാനുള്ള വെള്ളം എടുക്കാനായിട്ട് വന്നതായിരുന്നു. എവിടെ? ഇവിടെയോ? അല്ല, ഞാൻ അങ്ങോട്ട് പോയപ്പോ നിങ്ങളുടെ ശബ്ദം കേട്ട് ഇങ്ങോട്ട് വന്നതാ. ഉവ്വ്. എന്നാ പിന്നെ ഇയാൾ ചെന്ന് കിടന്നോ. ഇവനെ കുറച്ചുകൂടി കഴിഞ്ഞ് ഞാൻ വിട്ടേക്കാം, അല്ലേടാ? എന്നാ ഞാൻ പോകുക. ഗുഡ് നൈറ്റ്. ഓക്കേടാ, ഗുഡ് നൈറ്റ്. പന്ത്രണ്ട് മണിയായി. ഇത്രയും നേരം പറഞ്ഞിരിക്കാൻ മാത്രം ഇവൾക്ക് ഇതെന്താ ഉള്ളത്? അതിന് കൂട്ടു നിൽക്കാനായിട്ട് അങ്ങേരും. എന്തെങ്കിലും ആവട്ടെ, എനിക്കെന്താ അതിന്? അല്ല, താൻ ഇതുവരെ കിടന്നില്ലായിരുന്നോ? ഉറക്കം വന്നില്ല. 12 മണി കഴിയുന്നല്ലോ. സാധാരണ 10 മണിയാകുമ്പോ തന്നെ ഉറങ്ങുന്ന ആളാണല്ലോ താൻ. പിന്നെ ഇന്നു മാത്രം എന്തു പറ്റി ഉറക്കം വരാതിരിക്കാൻ? എന്തൊരു കഷ്ടമായത്. എനിക്ക് ഉറക്കം വന്നില്ല, അതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല. ഓക്കെ ഓക്കെ, അതിന് താൻ എന്തിനാണോ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാനതിന് എപ്പോ ദേഷ്യപ്പെട്ടു? ആ ലൈറ്റ് ഒന്ന് ഓഫാക്കാമോ? എനിക്കൊന്ന് ഉറങ്ങാം. ഓ, ഇപ്പൊ തനിക്ക് ഉറക്കം വന്ന് കാണുമല്ലേ? ഓക്കെ, താൻ കിടന്നോ, ഞാൻ ലൈറ്റ്സ് ഓഫ് ആക്കിക്കോളാം. എന്താ? ഗുഡ് മോർണിംഗ്. ഞാൻ ആദ്യം ഈ കോഫി എടുത്ത് കുടിക്കേ, എന്നിട്ട് താഴേക്ക് വാ. ഓഹോ, കോഫിയൊക്കെ ഇടാൻ അറിയായിരുന്നല്ലേ?
സാം, ആ താൻ വന്നോ? ഞാനൊന്ന് പുറത്തേക്ക് പോവാ. ലഞ്ചിന് മേ ബി ഞാൻ കാണില്ല. ഉം. തനിക്കെന്തേലും മേടിക്കാനുണ്ടെങ്കിൽ കൂടെ പോന്നോ? ഏയ് ഇല്ല. ഷുവറാണോ? ഉം. ഓക്കെ ദെൻ. ഓ, ഇവളിതുവരെ റെഡിയായി കഴിഞ്ഞില്ലേ? ആരുടെ കാര്യമാ സാമി പറയുന്നേ? വേറെ ആരുടെ കാര്യവാ? റിയയുടെ തന്നെ. അവളൊരാളുടെ വാശിക്കാ ഇപ്പൊ ഈ പുറത്തേക്കുള്ള പോക്ക്. ഭയങ്കര വാശിക്കാരിയാടോ അവള്. ഇനി ഏതു നേരത്താവും തിരിച്ചിങ്ങോട്ട് വരുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. എന്തായാലും പോയിട്ട് വരാം. താൻ ഡോർ ലോക്ക് ചെയ്തിരുന്നാ മതി. സാം, ഇപ്പോഴാണ് ഞാൻ ഓർത്തെ. ആക്ച്വലി എനിക്ക് കുറച്ച് സാധനങ്ങള് അത്യാവശ്യമായിട്ട് മേടിക്കാനുണ്ടായിരുന്നു. താനല്ലേ കുറച്ചു മുൻപ് തനിക്കൊന്നും മേടിക്കാനില്ലാന്ന് പറഞ്ഞത്? അത് ഞാൻ ഇപ്പോഴാണ് ഓർത്തെ. ഒരു 10 മിനിറ്റ്സ്, ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. അല്ല, ഇയാളും വരുന്നുണ്ടോ നമ്മുടെ കൂടെ? ഏഞ്ചലിന് എന്തൊക്കെയോ മേടിക്കാനുണ്ടെന്ന്. പിന്നെ നമ്മൾ പോയ ആളിവിടെ അത്രയും നേരം ഒറ്റയ്ക്കിരിക്കണ്ടേ? അതിലും നല്ലത് നമ്മുടെ കൂടെ പോരുന്നതാ. വാ, എന്നാ പിന്നെ പോയേക്കാം. ദേ അങ്ങോട്ടേക്ക് പോവാം. വാടോ. ഹേയ്, ഹലോ. നീയും ഇപ്പോ ഇവരുടെ കൂടെ കൂടിയോടി? നിനക്ക് എന്താടാ, ഡ്യൂട്ടി ഒന്നും ഇല്ലേ? ഇന്ന് എനിക്ക് ഓഫാ. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ മാരേജ് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലോട്ടൊന്നും വരാത്തത്? എടോ, താൻ ഒരു ദിവസം ഇവനെയും കൊണ്ട് വീട്ടിലേക്ക് ഇറങ്ങു കേട്ടോ. ഇവൻ പണ്ടേ ഒരു മടിയനാ. ഞങ്ങള് വരാം. നിനക്കിന്ന് വേറെ പണിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോ നീ. ഏയ് ഇല്ലടി, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നിങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കട്ടെ. അപ്പോ ഞാൻ പറഞ്ഞ കാര്യം നീ മറക്കണ്ട. രണ്ടാളും കൂടി വന്നേക്കണം. ഉറപ്പായും. ജാനി സാറിന്റെ കോളാണല്ലോ. അയ്യോ, സാം കുളിക്കുവാണല്ലോ. കോൾ എടുക്കണോ? ഹലോ. എടോ, സാം ഇല്ലേ അവിടെ? ഒരു അത്യാവശ്യ കാര്യം പറയാനാ. ആരാ അത്? അത് ഡാനി സാറാ. എന്തോ സീരിയസ് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. താൻ ഫോൺ ഇങ്ങോട്ട് താ. എന്താടാ? ഓ, ഓക്കെ. അത് ഞാൻ ചീഫിനെ വിളിച്ച് കൺഫേം ആക്കിക്കോളാം. എന്താടോ താൻ നിന്നിങ്ങനെ വീർക്കുന്നേ? അത് ഞാൻ പറഞ്ഞോ? ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. സാം, എന്താ ഇത്? താൻ പറയാൻ വന്ന കാര്യം എന്താണെങ്കിലും അത് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാ മതി. സാമേട്ടാ,
ഷേ, ഇവൾക്ക് വരാൻ കണ്ട നേരം. ഞാനെന്താ അവിടെ അങ്ങനെ അനങ്ങാതെ നിന്നെ? എനിക്കിത് എന്തൊക്കെയായി സംഭവിക്കുന്നേ? ആരാ അത്? ആരാണെന്ന് ചോദിച്ചത് കേട്ടില്ലേ? ഏഞ്ചൽ, എന്താ പറ്റിയേ? സാം, ഇവിടെ ഇപ്പോ ആരോ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതാ. എന്നെ കണ്ടപ്പോ അയാൾ പുറത്തേക്ക് ഓടി മാറി. എന്നോട് ആരാ ഒറ്റയ്ക്ക് ഇവിടെ ഈ നേരത്ത് ഇങ്ങനെ വന്ന് നിൽക്കാൻ പറഞ്ഞത്? എന്തായാലും താൻ അകത്തേക്ക് വാ. കിടക്കുന്നില്ലേ? ഞാൻ ഇപ്പോഴും അത് ഓർത്തോണ്ട് നിൽക്കുവാണോ? സാം, അവിടെ ശരിക്കും ആരോ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതാ. ശരി, ആയിക്കോട്ടെ. ഞാൻ അത് ഇവിടുത്തെ CCTV ഫൂട്ടേജിൽ നോക്കിക്കോളാം. താനിപ്പോ ചെന്ന് കിടക്ക്. ചെല്ലടോ. നിന്നോട് ഞാൻ മര്യാദയുടെ ഭാഷയില ഇതുവരെ സംസാരിച്ചത്. നിനക്ക് അവസാനമായി ഞാനൊരു ചാൻസ് കൂടി തരുക. മര്യാദയ്ക്ക് നിന്റെ കാര്യം നോക്കി പൊക്കോ നീ. നീ ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിർത്തിക്കോ നിന്റെ ഈ ഗെയിം. എന്തിനാ നീ ഇവിടെ വന്നത്? ഞാനോ? നിന്റെ വീട്ടിലോ? നിനക്കിതെന്താണ് സാമ്യം പറ്റിയത്? നിർത്തടാ. നീ കള്ളം പറഞ്ഞാലും ക്യാമറ കള്ളം പറയില്ല. എന്തിനാ നീ ഏഞ്ചലീനയുടെ അടുത്തേക്ക് ചെന്നത്? അവള് കണ്ടെന്നറിഞ്ഞപ്പോ എന്തിനാ നീ ഓടിക്കളഞ്ഞത്? ഇനിയും നിനക്ക് പറയാൻ പറ്റുമോ നീ ഇവിടെ വന്നിട്ടില്ലെന്ന്? ഓ, അപ്പോ ഇനി ഞാൻ കഷ്ടപ്പെട്ട് കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കേണ്ട കാര്യമില്ല അല്ലേടാ? ശരിയാ, ഞാൻ വന്നിരുന്നു എന്റെ പെണ്ണിനെ കാണാൻ. അവളറിയാതെ ഞാൻ അവളെ കാണുകയും ചെയ്തു. പക്ഷേ കണ്ടു കൊതി തീരും മുൻപ് എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു. ഷെറിൻ, നീ എന്തൊക്കെ ഈ പറയുന്നതും ചെയ്യുന്നതുമെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നിന്നെ ഞാൻ എന്റെ നല്ലൊരു ഫ്രണ്ടായി കണ്ടുപോയി എന്നൊറ്റൊരു റീസന്റെ പുറത്താ നീ ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. നീ എന്നോട് പറയുന്നത് എന്റെ ഭാര്യയെ കുറിച്ചാണെന്ന് നീ ഓർക്കണം. ഭാര്യയോ? ആരുടെ? അത് നീ മാത്രമെന്ന് പറഞ്ഞാ മതിയോ? നീ കാണുന്നതിന് മുൻപേ ഞാൻ കണ്ടു തുടങ്ങിയത് അവളെ. നീ മോഹിച്ചതിലും ആഗ്രഹിച്ചതിലുമൊക്കെ ഇരട്ടിയായി അവളെ ആഗ്രഹിച്ചവനാ ഈ ഞാൻ. നീ ഒരുത്തനാ ഞങ്ങൾക്കിടയിലേക്ക് ക്ഷണിക്കാതെ കയറി വന്നത്. നീ ഞങ്ങൾക്കിടയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ എന്റെ കൂടെ എന്റെ ലീല ഉണ്ടാവുമായിരുന്നു. നീ ഒറ്റൊരുത്തനാ എല്ലാം നശിപ്പിച്ചത്. നോക്കിക്കോ, നിനക്കൊരിക്കലും എന്റെ ലീലയെ സ്വന്തമാക്കാൻ പറ്റില്ല. അത് നീ ഷെറിൻ സമ്മതിക്കില്ല. ഹലോ ഹലോ ബോധത്തോടെ അല്ലെങ്കിലും ഒരു ഹഗ്ഗെങ്കിലും ചെയ്തല്ലോ. ഇവൾക്ക് ദിവസം കഴിയുന്തോറും ഭംഗി ഇങ്ങനെ കൂടിക്കൂടി വരുവാണല്ലോ.
ഇങ്ങനെ പോയാ എന്നെ കൺട്രോൾ ചെയ്യാൻ ഞാൻ വല്ലാതെ കഷ്ടപ്പെടും. ഉറങ്ങിക്കിടക്കുമ്പോ എന്തൊരു പാവവാ. ഈ കിടക്കുന്ന ആള് തന്നെയാ എന്നെ ഒരു കാലത്തിട്ട് പെടാപ്പാട് പെടുത്തിച്ചതെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്നോട് ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ ആത്മാർത്ഥമാണല്ലോ അല്ലേ? അങ്ങനെ ആവണേ എന്ന് തന്നെയാ ഞാനും ഇപ്പൊ പ്രാർത്ഥിക്കുന്നേ. എനിക്കറിയാം നീ എന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന്. നിന്റെ ഈ സ്നേഹം അതെനിക്ക് മാത്രമുള്ളതാ. മറ്റൊരുത്തനും വിട്ടു കൊടുക്കില്ല നിന്നെ ഞാൻ. ഡാനി, ഇനിയും ഇത് ഏഞ്ചലിനെ അറിയിക്കാതിരിക്കുന്നതില് അർത്ഥമില്ലടാ. അത് കൂടുതൽ പ്രോബ്ലംസ് ആവേയുള്ളൂ. ഇനിയെങ്കിലും ഏഞ്ചൽ അവന്റെ തനി സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയണം. നീ പറ ഇനി എന്താ വേണ്ടേന്ന്. റേച്ചലും എൽസയും പറഞ്ഞ ഏഞ്ചലിനെ വിശ്വസിക്കുമെന്ന് നമ്മൾ അന്ന് പറഞ്ഞതല്ലേ. എനിക്കും തോന്നുന്നത് അത് തന്നെയാ നല്ലതെന്ന. എന്നാ ഞാൻ ഇന്ന് ഈവനിങ് തന്നെ ഏഞ്ചലിനെയും കൊണ്ട് പുറത്തേക്ക് വരാം. നീ അവരുമായി നിൽക്കുന്ന പ്ലേസിന്റെ ലൊക്കേഷൻ എനിക്ക് ഷെയർ ചെയ്താൽ മതി. ഓക്കേടാ, അങ്ങനെ ചെയ്യാമെന്നാ. താൻ ഇവിടെ നിൽക്കുമായിരുന്നോ? എന്താ സാം? എടോ, ഇന്ന് ഈവനിങ് തനിക്ക് വേറെ പ്രോഗ്രാംസ് ഒന്നുമില്ലെങ്കിൽ എന്റെ കൂടെ ഒന്ന് പുറത്തു വരെ വരാവോ? എനിക്കെന്ത് പ്രോഗ്രാം? ഞാൻ വരാം. സാം എപ്പോഴാ ടൈം എന്ന് വെച്ചാ പറഞ്ഞാ മതി. ഈവനിങ് ഒരു 5 മണിയൊക്കെ ആവുമ്പോ മതി. ഓക്കെ ദെൻ. സാം, എന്താടോ? റിയ അന്വേഷിക്കുന്നുണ്ടായിരുന്നു സാമിനെ. ആ, അവളെങ്കിലും ഉണ്ടല്ലോ എന്നെ ഒന്ന് അന്വേഷിക്കാൻ. ഇത് പറയാനാണോ താൻ എന്നെ ഇപ്പൊ വിളിച്ചത്? ഞാനെന്നാ ചെല്ല് ചെല്ല്. ആർമിസേ, ആരും പോവല്ലേ. ഞാൻ നിങ്ങളുടെ സ്വന്തം മൃദുവാ. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവരും നമ്മുടെ ടിൽ മൈ ലാസ്റ്റ് ബ്രേക്ക് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയാട്ടോ. എല്ലാവരുടെയും കമന്റ്സും ഞാൻ കാണാറുണ്ട്. പക്ഷേ നമ്മുടെ എഡിറ്റർ ചേച്ചിക്ക് ഒറ്റയ്ക്ക് ഇത് രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റാത്തോണ്ടാ എപ്പിസോഡ് ലേറ്റ് ആവുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്താന്ന് വെച്ചാ, എയർലൈൻ ഏഞ്ചൽ എന്നത് സത്യത്തിൽ ഒരു വൺ ഷോട്ട് ആയിട്ട് ചെയ്യാനിരുന്നതാ. പക്ഷെ സ്റ്റോറി ലൈൻ എഴുതി വന്നപ്പോ നല്ല ലെങ്ത് ആയി പോയി. അതുകൊണ്ടാണ് പിന്നീട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തു പോകുന്നത്. ഇന്ന് ചിലപ്പോ ഒരു പാർട്ട് കൂടിയേ കാണുള്ളൂ എന്നാ വിചാരിക്കുന്നത്. സോ നിങ്ങളെല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അതിന്റെ കൂടെ നമ്മുടെ എഡിറ്റർ ചേച്ചിയെ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പൊ ശരി, ബാക്കിയൊക്കെ ഇനി പിന്നീട് പറയാം. ഋതു, താനൊന്ന് വന്നേ. എന്താ ഡോക്ടറെ? അതൊക്കെയുണ്ട്, താൻ വാ. ഞങ്ങളെന്നാ പിന്നെ വരാം. നിങ്ങൾ തൽക്കാലം സാമിന്റെയും ഏഞ്ചലിന്റെയും കഥ എന്താവുമെന്ന് നോക്കിയിരുന്നു. താൻ വാ.